എല്ലാ നിക്ഷേപകർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. IPO വിപണി സജീവമാകുമ്പോൾ വിപണിയിലെത്തുന്ന കമ്പനികളിൽ അല്പം ശ്രദ്ധയോടെയാണ് പല നിക്ഷേപകരും സമീപിക്കുക. എന്നാൽ കഴിഞ്ഞ മാസം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരിയിൽ നല്ല മുന്നേറ്റം പ്രവചിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോത്തിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ബ്രോക്കർ. ഇതേ തുടർന്ന് ഓഹരി വിലയിൽ വലിയ കുതിപ്പാണ് കാണുന്നത്. ഓഹരി 5% മുകളിൽ കഴിഞ്ഞ ഇൻട്രാഡേയിൽ ഉയർന്നു കഴിഞ്ഞു. ഓഹരിയുടെ കുതിപ്പ് തുടർന്നാൽ നിലവിലെ വിലയിൽ നിന്നും ഏകദേശം 52% വരെ ഉയർന്നേക്കാം എന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം വിപണിയിൽ താരമായി മാറിയിരിക്കുകയാണ് ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ഓഹരികൾ. വിപണി അതിൻ്റെ വിൽപ്പന സമ്മർദ്ദം തുടരുമ്പോൾ ഓഹരിയിൽ നിക്ഷേപ താൽപ്പര്യം വർദ്ധിക്കാൻ കാരണമുണ്ട്. അതായത് മോത്തിലാൽ ഓസ്വാൾ ഓഹരിയിൽ നടത്തിയ അനാലിസിസ് പ്രകാരം വളരെ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തുമെന്ന പ്രവചനമാണ് ഓഹരിയിൽ റാലി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 5% നേട്ടത്തിൽ 190 രൂപയ്ക്ക് മുകളിൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഓഹരി വില 250 രൂപ വരെ എത്തുമെന്ന അനുമാനമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതായത് ഏകദേശം 35% മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. കമ്പനിയുടെ പ്രൊജക്റ്റ് പ്ലാൻ മികച്ചതായി തുടരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ പ്രീ സെയിൽസ് 39% CAGR വളർച്ച കൈവരിച്ചത്. മാത്രമല്ല നിലവിൽ കമ്പനിക്ക് 1900-2000 കോടി മൂല്യമുള്ള 9 പദ്ധതികളാണ് ഉള്ളത്. ഇതിൽ 4 സമീപകാലത്ത് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 8 പുതിയ പദ്ധതികൾ ഉടൻ തന്നെ പണികൾ പൂർത്തീകരിക്കും. ഈ പദ്ധതികൾക്ക് 7000-7500 കോടി രൂപയുടെ മൂല്യമാണ് ഉള്ളത്. ഈ വിപുലീകരണ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും കമ്പനിക്ക് കടമൊന്നും ഇല്ല എന്നതും ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ചയും മികച്ച ഫണ്ടമെൻ്റലും കമ്പനിയുടെ മറ്റു പോസിറ്റീവ് വശങ്ങളായി മോത്തിലാൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിൽ നൽകിയിട്ടുള്ള ടാർഗറ്റ് വില മറികടക്കാനായാൽ ഓഹരിക്ക് 282 രൂപ വരെ എത്താനുള്ള ശേഷി ഉണ്ട് എന്നും മോത്തിലാൽ ഓസ്വാൾ കണക്കാക്കുന്നു. കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷറി, അൾട്രാ ലക്ഷറി സെഗ്മെൻറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പനിയാണ് ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ്. കമ്പനി 2015 സ്ഥാപിതമായത്. മുംബൈയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം 11 പദ്ധതികളാണ് ഈ കമ്പനിക്ക് പൂർത്തിയാക്കാനുള്ളത്. ഇനി നമ്മൾ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വർഷം ഓഗസ്റ്റിലാണ് ഓഹരി വിപണിയിലെത്തിയത്. വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് 792 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി എത്തിയത്. ഓഹരി ഒന്നിന് 150 രൂപ ഇഷ്യൂ വില നിശ്ചയിച്ചിരിക്കുന്നു. തുടർന്ന് ഓഗസ്റ്റ് 6 ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി 19% പ്രീമിയത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. ഓഹരി 179 രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്തത്. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ കുതിച്ച ഓഹരി 218 രൂപ വരെ ഉയർന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഓഹരി പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായി. എങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെ 8% പോസിറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് മോത്തിലാൽ ഓസ്വാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ വിവരണങ്ങൾ പഠനാവശ്യത്തിന് മാത്രം നൽകിയതാണ്. ഓഹരിയെക്കുറിച്ച് അനലിസ്റ്റുകൾ നൽകിയ വ്യൂ പഠനാവശ്യത്തിന് മാത്രം സ്വീകരിക്കുക. ഇത് ഓഹരി വാങ്ങുന്നതിനുള്ള നിർദ്ദേശമായി ഒരിക്കലും സ്വീകരിക്കരുത്. ഓഹരി വിപണി നിക്ഷേപിക്കുന്നതിനു മുൻപ് സെബി രജിസ്റ്റേർഡായ അനലിസ്റ്റുകളുടെ നിർദ്ദേശം തീർച്ചയായും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.